നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ. എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, ബിഷപ്പുമാർ അനവസരത്തിൽ പറയുന്ന ചില വാക്കുകളുണ്ട്. അതൊക്കെ ചില ഹൃദയങ്ങളിൽ ആഞ്ഞു കൊള്ളുന്നുണ്ട്. അത് ആ ബിഷപ്പുമാർ മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. അവർ തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരിയിലെ ബിഷപ്പ് പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഏതോ ഒരു സ്ത്രീ ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഏതോ ഒരു റെയിൽവേ ട്രാക്കിന് പോയി ഏതോ ട്രെയിനിന് തലവെച്ചതിന് സഭയ്ക്ക് എന്താ ചെയ്യാൻ കഴിയുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സഭയുടെ മക്കളല്ലേ ഇവരൊക്കെ? ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാനാണ് പറ്റുന്നത്? അല്ലേ, ഇപ്പം സഭയും ബിഷപ്പുമാരും വൈദികരും ഒക്കെ ഇപ്പം അവരുടേതായ ഒരു രീതിയിലേക്ക് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങൾ പറയും, നിങ്ങൾ കേൾക്കുക എന്നുള്ള രീതിയിൽ. അതിനകത്ത് അവർക്ക് അവര് ശരിക്കും പറഞ്ഞാൽ വേട്ടക്കാരെ സംരക്ഷിക്കുകയാണ് അവരുടെ ഒരു നയം. ഇരവാദം അവരുടെ ഒരിക്കൽ ഉയർത്താനായിട്ട് സാധിക്കില്ല. ഇരകൾ അവരെ കാണാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഷൈനിയുടെയും കുട്ടികളുടെയും കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഇപ്പം അതേ ഷൈനിയുടെ ഭർത്താവിന്റെ നോബിയുടെ കുടുംബത്തിലൊരു വൈദികനുണ്ട്. അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഈ ബിഷപ്പിന്റെ ഒക്കെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ നൂറായിട്ട് നമ്മൾ പല കാര്യങ്ങളും നമുക്ക് എടുത്തു നോക്കാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വൈദികരും ബിഷപ്പും ഒക്കെ ദൈവത്തിന്റെ ഇടയന്മാരെന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവർ ഇടയനും ബാക്കിയുള്ളവർ അജഗണങ്ങളും. ശരിക്കും പറഞ്ഞാൽ ഇവര് ഇപ്പം ആടുകളുടെ ഉടമസ്ഥരായി മാറുന്ന ഒരു രീതിയിലേക്കാണ് ബിഷപ്പുമാരും അച്ഛന്മാരും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് മറ്റുള്ളവരുടെ ഒരു വിഷമങ്ങൾ അറിയണ്ട. അവരെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവർ അംഗീകരിക്കുകയില്ല. ചോദ്യം ചെയ്യേണ്ട, ഞങ്ങൾ അങ്ങോട്ട് പറയും, നിങ്ങൾ കേട്ടുകൊള്ളുക. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, അവരെന്നും വേട്ടക്കാർക്കൊപ്പമായിരുന്നു. ഇവിടെ തന്നെ ഫ്രാങ്കോ ബിഷപ്പ് ഒരു കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് വലിയ വാർത്തയായിരുന്നു. അത് നമ്മൾ ഒഫീഷ്യലായിട്ട് നമുക്ക് പറയാൻ അർഹതയില്ല. അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. എങ്കിൽ പോലും കന്യാസ്ത്രീക്ക് വേണ്ടി ഇവിടെ ധാരാളം വിശ്വാസികളും സന്യാസ സമൂഹവും ഒക്കെ ഇറങ്ങി സമരം ചെയ്തിട്ട് പോലും ആ ആരോപണവിധേയനായ ബിഷപ്പിനെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ബിഷപ്പുമാരും വൈദികരും ഒക്കെ സ്വീകരിച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഷൈനിയുടെ കാര്യവും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷൈനിയുടെ വിഷയത്തില് പൊതുസമൂഹങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. പൊതുസമൂഹത്തിൽ നിന്ന് ധാരാളം ആളുകൾ ഷൈനിക്ക് നീതി കിട്ടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം പേര് വിലപിക്കുന്നുണ്ട്. പക്ഷെ ഈ അതേ സമുദായത്തിൽപ്പെട്ട ഷൈനിയെ സംബന്ധിച്ച് പറഞ്ഞാൽ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. ആ കുഞ്ഞുങ്ങൾ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇപ്പം ബൈബിളിൽ പറയുന്ന പോലെ ഇവർ ഇടയന്മാരാണെങ്കിൽ ഷൈനിയും കുട്ടികളും അജഗണങ്ങൾ തന്നെയാണ്. അവരുടെ കാര്യത്തിൽ അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നിരിക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയ ദൗത്യം. അതൊന്നുമില്ലാതെ ഷൈനിയുടെയും കുട്ടികളുടെയും കാര്യത്തിൽ ഞങ്ങൾക്കൊന്നുമില്ല. ഏതോ ഒരു സ്ത്രീ ട്രെയിനിന്റെ അവിടെ പോയി ആത്മഹത്യ ചെയ്തു, കൂടെ മക്കളെയും ചെയ്തു, ഇപ്പൊ എല്ലാവരും അതിന്റെ പുറകെ പോകുന്നെന്നുള്ള രീതിയിലുള്ള ധ്വനിയാണ് ബിഷപ്പിന്റെ മൊഴിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണെന്നാണ് നമുക്കിത് പറയാൻ സാധിക്കുന്നത്. ഇപ്പൊ തന്നെ ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ ജ്യേഷ്ഠൻ ഒരു വൈദികനാണ്. അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടുകളാണ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ മൊഴിയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ അച്ഛൻ എവിടെയാണ്, അല്ലെങ്കിൽ അച്ഛൻ ഇപ്പൊ എന്താണ് ദൗത്യം, എന്ത് ഉത്തരവാദിത്തമാണ് ഇപ്പം വഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയാൻ ഈ സഭയും ഈ ബിഷപ്പും ഒക്കെ ബാധ്യസ്ഥരാണ്. ശരിക്കും പറയുകയാണ്, ഇവരൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എനിക്കിപ്പോൾ ഈ ഒരു സംസാരത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഈ മാമോദിസ വെള്ളം വീഴുന്നത് കൂടി അവരുടെ കുടുംബത്തിലെ അംഗമാകുന്നു എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഫാമിലിയിൽപ്പെട്ട ഈ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സ്ത്രീ എന്ന് പറയാൻ കഴിയില്ല. അവർ ആ കുടുംബത്തിലെ അംഗമാണ്. ആ സ്ത്രീ പോകുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലുണ്ടാക്കുന്ന പോറൽ എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം ഇവർക്ക് കുടുംബവും ഒന്നും ഉണ്ടെങ്കിൽ മാത്രമേ, തീർച്ചയായിട്ടും ഇവരൊക്കെ വിവാഹം കഴിക്കുകയും അവർക്കൊക്കെ മക്കൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്താൽ മാത്രമേ ഇവർക്ക് ജനത്തോടോ സമൂഹത്തോടോ സ്നേഹം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്തൊക്കെ കൃത്യമായിട്ടുള്ള കാര്യം. കാരണം ഒരു പെൺകുട്ടി മരിക്കുമ്പോൾ ഒരു പിതാവിൻ്റെ വേദന, ഒരു കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ ആ പിതാവിൻ്റെ വേദന, ഇത് കണ്ടു നിൽക്കുന്നവരുടെ വേദന അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരുടെ ഉള്ളിലൊന്നും ഈ ദൈവത്തിൻ്റെ ഒരു സ്പർശമുള്ള ഒരു ഹൃദയമല്ല അവരുടെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് അവർക്കൊക്കെ ഇത്ര നിസ്സാരമായ ഏതോ ഒരു പെണ്ണ് എവിടെയോ പോയി ഏതോ റെയിൽവേ ട്രാക്കിന് പോയി ചത്തു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്ര സാധാരണ ഒരു പട്ടി പോയി ട്രെയിനടി കയറി അല്ലെ വണ്ടിക്കടി കയറി എന്ന് പറയുന്ന ലാഘവമാണ് ഒരു സഭയുടെ മക്കൾ, സഭയുടെ ഒരു മകൾ, അവരുടെ 2 മാലാഖ കുട്ടികൾ പോയി മരിക്കുമ്പോൾ അവർക്ക് ഈ ലോകത്തൊന്നും ജീവിക്കാൻ കഴിയാതെ നിങ്ങളുടെയൊക്കെ അശ്രദ്ധയ്ക്കും നിങ്ങളുടെയൊക്കെ അവഗണനയ്ക്കും പാത്രമായി ആരും രക്ഷിക്കാനില്ല ഈ ലോകത്തിലെന്ന്
മനസ്സിലാക്കിയിട്ട് നിങ്ങളൊക്കെ മുന്നിൽ വെച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾ കരയുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിലൂടെ ആ സ്ത്രീയെ നിങ്ങൾ കണ്ടില്ല. ആ കരയുന്ന കണ്ണുനീരിന് പിന്നിൽ ആ കുട്ടിക്ക് എന്തോ ഉണ്ട്, എന്തോ പറയാനുണ്ട്. അതെന്താണ്? നീ ഇപ്പോൾ പോകരുത്, ഈ കുർബാന കഴിഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാനുണ്ട് നിന്നോട് എന്ന് പറഞ്ഞ് അവരെ അവിടെ നിർത്തിയിട്ട് അവരോട് ചോദിച്ച്, മോളെ നിനക്ക് എന്താണ് പ്രശ്നം? നീ ഒന്ന് പൊട്ടിക്കരാ, നിന്റെ പ്രശ്നങ്ങൾ എന്നോട് പറയൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചോദിക്കേണ്ട പിതാക്കന്മാർ ഇതൊന്നും കാണാതെ അവളൊരു കണ്ണീരോട് കൂടി ആ അരമനയുടെ വാതിക്കൽ വന്ന് നിങ്ങളോട് സങ്കടം പറയുമ്പോൾ അതുപോലും കേൾക്കാൻ വയ്യാതെ നിങ്ങളൊക്കെ ഈ കഠിന ഹൃദയന്മാരായിരുന്നു കൊണ്ട് ഈ സഭയെ നന്നാക്കുകയാണോ? ഈ വിദേശങ്ങളിലൊക്കെ എത്രയോ പള്ളികൾ ബാറുകളായി പോയിട്ടുണ്ട്. നിങ്ങളൊക്കെ അധികം താമസിയാതെ ഈ പള്ളികളെയൊക്കെ ബാറുകളാക്കി മാറ്റും. കാരണം വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആണ് നിങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ജാതീയത പറഞ്ഞിട്ട്, ഒരു വർഗീയത പറഞ്ഞിട്ട് നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ് എന്നുള്ള അത് മാത്രമേ നിങ്ങൾക്ക് ഇപ്പം കുത്തിവെക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ വിശ്വാസത്തിന് അടിയുറച്ചല്ല നിങ്ങൾ ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കുന്നത്. ജാതീയത പറഞ്ഞിട്ടാണ്, മതം പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയമൊക്കെ ഇങ്ങനെ കല്ലായി പോയത്. നിങ്ങൾ കാണുന്നത് മനുഷ്യരെ അല്ല, നിങ്ങൾ കാണുന്നത് വെറും അപ്പവും മീഞ്ഞും ഒക്കെ കഴിക്കാൻ ഫണ്ട് തരുന്ന കുറേ ആട്ടിൻകുട്ടികളെ മാത്രമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത്. ഏതായാലും ഇത്തരം ഹൃദയത്തിൽ കൊള്ളുന്ന തമാശകൾ ഇത് നിങ്ങൾ പറയരുത്. ബിഷപ്പിന്റെ വാക്കെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ബിഷപ്പ് വെറും തറയായി പോയി എന്നുള്ളതാണ്. കാരണം ഒരാൾ സഹായത്തിന് വേണ്ടി വരുമ്പോഴത്തേക്കിന് ദൈവം സഹായിച്ചോളും, നീ പൊക്കോ. ചങ്ങനാശ്ശേരി ബിഷപ്പായ തോമസ് തറയിൽ എന്ന് പറഞ്ഞ ബിഷപ്പിന്റെ വാക്കിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തെ പറ്റിയാണ് ഇപ്പോൾ ഒരുപാട് എതിരഭിപ്രായങ്ങൾ ഇപ്പം സമൂഹത്തിൽ നിന്ന് വിശ്വാസ സമൂഹത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഹായം അഭ്യർത്ഥിച്ച് വരുന്ന ഒരാളെ നോക്കിക്കൊണ്ട് സഹായിക്കാൻ സാധിക്കുമായിരുന്നിട്ടും ഞാൻ പ്രാർത്ഥിക്കാം, നടന്നോളും, ദൈവം നിനക്ക് സാധിച്ചു തരും, നീ വീട്ടിൽ പൊക്കോളാൻ പറയുന്നതല്ല ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയത. ദൈവത്തെ എവിടെ കാണുന്നു എന്നുള്ള ബൈബിളിൽ പറയുന്നുണ്ട്. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. അപ്പം ഏറ്റവും ചെറിയവരിൽ ഒരുവന് നന്മ ചെയ്തപ്പോൾ അതാണ് എനിക്ക് ചെയ്തതെന്നാണ് ദൈവം ബൈബിളിൽ പറയുന്നത്. അപ്പം അങ്ങനെ ഏറ്റവും ചെറിയവരിൽ ഒരു നന്മ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ദൈവമായിട്ട് അടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആളായി മാറുന്നുള്ളൂ. ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവരെ പോലുള്ളവരൊക്കെ വെറും പിശാചിന്റെ ആൾക്കാരായിട്ട് മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭാവന ചോദിക്കുമ്പോൾ സംഭാവന കൊടുക്കാനും ഒക്കെ വിശ്വാസ സമൂഹം ആണ് നിലകൊള്ളുന്നത്. അപ്പം സംഭാവനയ്ക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിനും വേണ്ടി മാത്രം വിശ്വാസികളെ ഉപയോഗിക്കുകയല്ല ചെയ്യേണ്ടത്. അവരുടെ പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഓടിച്ചെന്ന ഒരു അത്താണിയാകുക, അതാണ് ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തു എന്നും പ്രശ്ന പരിഹാരകരായിരുന്നു. തൻ്റെ അടുത്ത് വന്നയാളുടെ പ്രശ്നം കേൾക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അവർക്ക് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുമായിരുന്നു. ഒപ്പം തന്നെ പ്രശ്നം ഉണ്ടെന്നറിഞ്ഞ് വരാത്തവരെ പോലും അങ്ങോട്ട് പോയി സമീപിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് ബൈബിളിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പം ബിഷപ്പൊക്കെ ആ പാതയിൽ നിന്നൊക്കെ വ്യതിചലിക്കുന്നതാണ് കാണുന്നത്. സുഖലോലുപതയുടെ ഒക്കെ പുറകെ ഇവരൊക്കെ പായുകയാണ്. ഇപ്പൊ തന്നെ നമ്മൾ പറയാൻ പറ്റും, മുൻ MP PT തോമസ് പരിസ്ഥിതി കൊണ്ടുള്ള ഒരു വികസനം, പരിസ്ഥിതിക്ക് ആഘാതമാക്കിക്കൊണ്ടുള്ള വികസനം സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാഡ്ഗിലിനെയും കസ്തൂരിരംഗനെയൊക്കെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള പേരിൽ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കെ അദ്ദേഹത്തിന്റെ ശവം അടക്കം ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടതാണ്. ശരിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വരികയും ചെയ്തു. അദ്ദേഹം പിന്നെ രോഗിയാകുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇവർ തന്നെ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥി അവിടെ നിർത്തുന്നതും കണ്ടു. അതിനൊക്കെ എത്രമാത്രം സാധ്യത പിന്നീട് ഉണ്ടായെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ഇടയനും അജഗണവും അല്ല നമ്മുടെ സഭ എന്ന് പറയുന്നത്. സഭയിലെ കുഞ്ഞാടുകൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അത് പരിഹരിക്കാനും അവരെ ആത്മഹത്യയിൽ നിന്നൊക്കെ വഴിതെറ്റി പോകാതെ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കൊന്നും തിരിയാതെ അവരെ പിടിച്ചു നിർത്താനും കൂടെ സഭ ബാധ്യസ്ഥരാണ്. അതൊന്നും കാണാതെ കണ്ടിൽ നിന്ന് നടിച്ചിട്ട് അതിനെ ന്യായീകരിക്കുന്നത് തീർച്ചയായും തെറ്റായ പ്രവണതയാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും ഈ സഭാവിശ്വാസികളുടെ വിശ്വാസം മാത്രമല്ല, ഇത് സഭയ്ക്ക് വെളിയിലുള്ള ആൾക്കാർ പോലും നിങ്ങളുടെ സഭയെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ്. കാരണം നിങ്ങളുടെ സ്ത്രീകളോടുള്ള, മരണപ്പെട്ട ഒരു സ്ത്രീയോട് പോലും നിങ്ങൾ കാണിക്കുന്ന ഒരു ആദരവില്ലായ്മ, അതാണ് നിങ്ങൾ വ്യക്തമാക്കുന്നത്. അടുത്തൊരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.